തിരുവാതിര, ഭരണി, രോഹിണി, മകയിരം, പൂയം, അനിഴം, ചോതി, പൂരുരുട്ടാതി എന്നിങ്ങനെയുള്ള 8 നക്ഷത്രക്കാർക്ക് മെയ് 2-ാം തീയതി വെള്ളിയാഴ്ച ഏറ്റവും സുപ്രധാനമായ ഒരു ദിവസമായിരിക്കും. അതായത് ജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ ഏറ്റവും അധികം പ്രാധാന്യമറിയിക്കുന്ന ശുക്ര ശനി യുതി ഈ 8 നക്ഷത്രക്കാർക്കും മെയ് മാസം 2-ാം തീയതി വെള്ളിയാഴ്ച രാജകീയമായ ചില തുടക്കങ്ങളാണ് നൽകുവാൻ പോകുന്നത്. അതായത് നിലവിൽ ശുക്രനും ശനിയും ഉത്രട്ടാതി നക്ഷത്രത്തിൽ ഒന്നിച്ചിരിക്കുന്നതിനാൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ മെയ് മാസം 2-ാം തീയതിയോടെ ഉണ്ടാകുവാൻ പോകുന്ന മാറ്റങ്ങൾ ചെറുതൊന്നുമല്ല. അപ്പോൾ ശനിയുടെയും ശുക്രൻ്റെയും രാശിമാറ്റത്തോടൊപ്പം സൃഷ്ടിക്കപ്പെടുന്ന ശനി ശുക്ര യുതി കൊണ്ട് ഈ 8 നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ മെയ് മാസം 2-ാം തീയതി വെള്ളിയാഴ്ച സംഭവിക്കുവാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെപ്പറ്റിയും ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ശനി ശുക്ര യുതി കൊണ്ട് മെയ് മാസം 2-ാം തീയതി വെള്ളിയാഴ്ച ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ ചില മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ പോകുന്ന ആദ്യത്തെ നക്ഷത്രക്കാരായി വരുന്നത് തിരുവാതിര നക്ഷത്രക്കാരാണ്. തിരുവാതിര നക്ഷത്രക്കാരുടെ ഇപ്പോഴുള്ള അവസ്ഥ എടുത്തു നോക്കുകയാണെങ്കിൽ കൂടുതൽ ആളുകളും പലതരത്തിലുള്ള മനപ്രയാസങ്ങളും സംഘർഷഭരിതമായ ജീവിത സാഹചര്യങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ഇതിൽ ആരോഗ്യ പ്രശ്നങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളുമെല്ലാം ഉൾപ്പെടുന്നുണ്ട്. എന്നാൽ ഏറ്റവും പ്രധാന പ്രശ്നം സാമ്പത്തിക പ്രശ്നങ്ങളും കടബാധ്യതകളും കാര്യതടസ്സങ്ങളും തന്നെയാണ്. ശനിയും ശുക്രനും ഒന്നിക്കുന്ന ഈ സമയത്ത് തിരുവാതിര നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന കഷ്ടതകൾക്ക് ഒരു ശമനം കാണുവാൻ കഴിയുന്ന സമയമാണ് വരുന്നത്. പ്രത്യേകിച്ച് വളരെ അപ്രതീക്ഷിതമായി നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നിങ്ങളിൽ നിന്ന് അകറ്റുവാനിടയാക്കും. പ്രത്യേകിച്ച് ഈ മെയ് മാസം 2-ാം തീയതി വെള്ളിയാഴ്ചയോടെ തിരുവാതിര നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ ചില മംഗളകാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന സമയമായിരിക്കും. അതോടൊപ്പം തന്നെ തിരുവാതിര നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ചില ദൂരയാത്രകൾ ചെയ്യുവാനും നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരോടൊപ്പം വളരെ സന്തോഷം നിറഞ്ഞ കുറച്ച് സമയം ചിലവഴിക്കുവാനുമൊക്കെ ഭാഗ്യം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത്. നിങ്ങളുടെ മാനസികാവസ്ഥയും സാമ്പത്തികമായിട്ടുള്ള സാഹചര്യങ്ങളുമെല്ലാം മെച്ചപ്പെട്ട ഒരു രീതിയിലേക്ക് മാറുന്ന ഒരു സമയമായിരിക്കും മെയ് മാസം 2-ാം തീയതിയോടെ തുടങ്ങുന്നത്. ഇനി രണ്ടാമതായി ശനിയുടെയും ശുക്രൻ്റെയും അനുഗ്രഹഭാവം കൊണ്ട് മെയ് 2-ാം തീയതി വെള്ളിയാഴ്ച രാജകീയമായ ചില നേട്ടങ്ങൾ ജീവിതത്തിൽ കൈവരിക്കുവാൻ പോകുന്ന നക്ഷത്രക്കാർ ഭരണി നക്ഷത്രക്കാരാണ്. ഭരണി നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ മെയ് മാസം 2-ാം തീയതി നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ജോലിയിൽ നിന്ന് മാറി മറ്റൊരു ജോലിയിലേക്ക് പ്രവേശിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. ഇത്തരത്തിൽ പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതിനാൽ തന്നെ ഇത് നിങ്ങളുടെ വരുമാനത്തെ വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ ഭാവിയെ ഉയർച്ചയിലേക്ക് നയിക്കുകയും ചെയ്യും. അതായത് നിങ്ങളുടെ കഴിവിനൊത്ത് വളരുവാനുള്ള ചില അവസരങ്ങളാണ് നിങ്ങളെ തേടിയെത്തുവാൻ പോകുന്നത്.
അതോടൊപ്പം തന്നെ ശുക്രൻ്റെയും ശനിയുടെയും അനുഗ്രഹത്താൽ ഭരണി നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കഷ്ടപ്പാടുകളിൽ നിന്നും യാതനകളിൽ നിന്നുമെല്ലാം നിങ്ങൾക്ക് ഒരു ശമനം ലഭിക്കുമെന്നുള്ളതാണ് ഫലങ്ങൾ വ്യക്തമാക്കുന്നത്. അതിനാൽ തന്നെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ആത്മവിശ്വാസത്തോടെയും ദൃഢനിശ്ചയത്തോടെയും കൂടി ചെയ്യുന്നത് നിങ്ങളിലേക്ക് കൂടുതൽ ശുഭകരമായ ഫലങ്ങൾ നൽകുവാനിടയാകും. ഇനി മൂന്നാമതായി ഈ മെയ് മാസം 2-ാം തീയതി വെള്ളിയാഴ്ച ജീവിതത്തിൽ വളരെയധികം ഗുണകരമായ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ പോകുന്ന നക്ഷത്രക്കാർ രോഹിണി നക്ഷത്രക്കാരാണ്. രോഹിണി നക്ഷത്രത്തിൽ പിറന്ന പല വ്യക്തികളും ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കൊണ്ടും കുടുംബത്തിലെ പല കാര്യങ്ങൾ കൊണ്ടും വളരെയധികം മനസ്സ് ബുദ്ധിമുട്ടി ജീവിക്കുന്നവരുണ്ട്. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ട് വന്നിരുന്ന രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മെയ് 2 വെള്ളിയാഴ്ച മുതൽ പ്രശ്നങ്ങൾക്ക് ശമനം കാണുവാൻ കഴിയുന്ന സമയമാണ് വരുന്നത്. പ്രത്യേകിച്ച് നിങ്ങളുടെ ദാമ്പത്യ ബന്ധം വളരെ ശക്തമാവുകയും പരസ്പര സന്തോഷമുണ്ടാകുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ, അതായത് ദൂരയാത്രകൾ ചെയ്യുക, പരസ്പരം സമ്മാനങ്ങൾ നൽകുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഒരു ദിവസം രോഹിണി നക്ഷത്രക്കാർ ചെയ്യുവാനിടയാകും. അതുപോലെ തന്നെ രോഹിണി നക്ഷത്രക്കാരായിട്ടുള്ള മാതാപിതാക്കൾക്ക് മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന ചില നേട്ടങ്ങൾ കണ്ട് സന്തോഷിക്കുവാനും മക്കളിലൂടെ നിങ്ങളുടെ ഭവനത്തിനെ തന്നെ ഉയർച്ചയിലേക്ക് നയിക്കുന്ന ചില കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാനുള്ള ഭാഗ്യം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇത്. എന്തുകൊണ്ടും രോഹിണി നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും അധികരിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും ഈ മെയ് 2-ാം തീയതിയോടെ തുടങ്ങുന്നത്. ഇനി നാലാമതായി ഈ മെയ് മാസം 2-ാം തീയതി വെള്ളിയാഴ്ച ശനിയുടെയും ശുക്രൻ്റെയും അനുഗ്രഹം കൊണ്ട് ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായ ചില കാര്യങ്ങൾ നേടിയെടുക്കുവാനുള്ള ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്ന നക്ഷത്രക്കാർ മകയിരം നക്ഷത്രക്കാരാണ്. മകയിരം നക്ഷത്രക്കാരായിട്ടുള്ള പല വ്യക്തികളും കാലങ്ങളായി ആഗ്രഹിച്ചിട്ടും നടക്കാതിരുന്ന ചില കാര്യങ്ങൾ നേടിയെടുക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള അവസരങ്ങളായിരിക്കും നിങ്ങളിലേക്ക് ഈ വെള്ളിയാഴ്ചയോടെ വന്നു ചേരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ച ചില വിലപിടിപ്പുള്ള വസ്തുക്കൾ വാങ്ങിക്കുവാനുള്ള യോഗവും ഈ വെള്ളിയാഴ്ച നിങ്ങൾക്ക് വന്നു ചേരുന്നതായി കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ വളരെ നാളുകളായി ചില ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു വന്നിരുന്ന മകയിരം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ഈ വെള്ളിയാഴ്ചയോടെ നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് ഒരു ശമനം ലഭിക്കുകയും ആരോഗ്യസ്ഥിതി വളരെയധികം മെച്ചപ്പെടുകയും ചെയ്യും. ഇനി അടുത്തതായി ശനിയുടെയും ശുക്രൻ്റെയും അനുഗ്രഹഭാവം കൊണ്ട് മെയ് 2-ാം തീയതി വെള്ളിയാഴ്ച ജീവിതത്തിൽ തീർത്തും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ശുഭകരമായ ചില കാര്യങ്ങളിലേക്ക് എത്തിച്ചേരുവാനുള്ള മഹാഭാഗ്യം സിദ്ധിച്ചിരിക്കുന്നത് പൂയം നക്ഷത്രക്കാർക്കാണ്. നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിരുന്ന കഷ്ടതകളെ പറ്റിയും ദുരിതങ്ങൾ നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളെ പറ്റിയും ആരോടും പറഞ്ഞറിയിക്കുവാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം അത്രയേറെ സാമ്പത്തിക പ്രതിസന്ധികളും ജീവിത പ്രശ്നങ്ങളും നേരിട്ട് വരുന്നവരാണ് ഭൂരിഭാഗം പൂയം നക്ഷത്രക്കാരും. എന്നാൽ ഈ ശനി ശുക്ര യുതി നിങ്ങൾക്ക് മഹാഭാഗ്യമാണ് സമ്മാനിക്കുവാൻ പോകുന്നത്. പ്രത്യേകിച്ച് പൂയം നക്ഷത്രക്കാരുടെ സാമ്പത്തിക മേഖലകളിലും കർമ്മ മേഖലകളിലുമൊക്കെ വളരെയേറെ നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ചില ജോലിക്ക് വേണ്ടിയുള്ള
തയ്യാറെടുപ്പുകൾ നടത്തുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മെയ് 2 വെള്ളിയാഴ്ച എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ ഗുണകരമായ ചില കാര്യങ്ങൾ ഈ ഒരു മേഖലയിൽ സംഭവിക്കുന്ന ദിവസമായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വളരെ അത്യാവശ്യമായി തീർക്കേണ്ട ചില കടബാധ്യതകൾക്ക് പരിഹാരമെന്നോണം ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയും നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് താൽക്കാലികമായി ഒരു ശമനം കാണുവാൻ നിങ്ങളാൽ കഴിയുകയും ചെയ്യും. അതോടൊപ്പം തന്നെ പുതിയതായി എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങി വയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന പൂയം നക്ഷത്രക്കാർക്കും ഈ മെയ് 2 തീയതി ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ദിവസമാണ്. ഇനി അവസാനമായി അനിഴം, ചോതി, പൂരുരുട്ടാതി എന്നിങ്ങനെയുള്ള 3 നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടില്ലാത്ത തരത്തിലുള്ള പുതിയ ചില കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാനുള്ള മഹാഭാഗ്യം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഈ മെയ് 2 വെള്ളിയാഴ്ച എന്ന് പറയുന്നത്. അതായത് ഈ അനിഴം, ചോതി, പൂരുരുട്ടാതി എന്നിങ്ങനെയുള്ള 3 നക്ഷത്രക്കാരും ഇതുവരെ നിങ്ങളുടെ കഴിവിനനുസരിച്ച് പരിശ്രമിക്കുന്നുണ്ടായിരുന്നെങ്കിൽ പോലും അതിൻ്റേതായ ഫലങ്ങൾ കാണുവാൻ കഴിയാതിരുന്ന സാഹചര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നിങ്ങളുടെ പരിശ്രമത്തിനനുസരിച്ചുള്ള ഉയർച്ചകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന സമയമാണ് വരുന്നത്. മാത്രമല്ല ഈ 3 നക്ഷത്രക്കാരും അനുഭവിച്ചിരുന്ന മാനസിക പ്രയാസങ്ങളെല്ലാം നിങ്ങളിൽ നിന്ന് അകലുകയും നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും ഈ നക്ഷത്രക്കാരുള്ള വീട്ടിലും ഐശ്വര്യം നിറയുകയും ചെയ്യും. ഇനി എടുത്തു പറയേണ്ട കാര്യം, ഈ 3 നക്ഷത്രക്കാരായ വ്യക്തികൾ മെയ് 2 തീയതി വെള്ളിയാഴ്ച ചില പുതിയ ആരോഗ്യശീലങ്ങൾ തുടങ്ങുകയും ഇത് നിങ്ങളുടെ ആരോഗ്യത്തെയും മാനസിക അവസ്ഥയെയും വളരെയധികം മെച്ചപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള ഈ 8 നക്ഷത്രക്കാർക്കും ഈ മെയ് മാസം 2 തീയതി എന്ന് പറയുന്നത് ജീവിതത്തിലെ ശുഭകരമായ പല മാറ്റങ്ങളെയും അനുഭവിച്ചറിയുവാൻ കഴിയുന്ന ഒരു ദിവസമായിരിക്കും. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.